ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് കറി ഉപ്പേരി ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും ഒരു ഉപ്പേരിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് വെജ് മാത്രമാണ് കേട്ടോ, നോൺ വെജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചോറും കറിയൊക്കെ പെട്ടെന്ന് ആകുന്നുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ആണ് ചോറ് വെക്കുന്നത്. കുക്കറിൽ ചോറിന് വെള്ളമൊക്കെ വെച്ചു. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എണ്ണയിലോട്ട് ഇട്ടിട്ടോ. അതിൽ ഞാൻ കടുകോ മറ്റൊന്നും ഇടുന്നില്ല, വെറും എണ്ണ മാത്രം. അത് ചൂടായതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കയും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരു കൂട്ട് ആണ് കേട്ടോ. നമുക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി. അങ്ങനെ നല്ല ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക്. വെണ്ടയ്ക്ക തന്നെ ഉപ്പേരി വെച്ചാൽ കഴിക്കുകയല്ല കേട്ടോ. ഇതിൽ തേങ്ങ ഇടുക ഒന്നും വേണ്ട. ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയേ. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കറി, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ചെറുപയറും ചേനയാണ് ഇന്നത്തെ കറി. അപ്പോൾ ഇത് എല്ലാവരും അങ്ങനെ വെക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ, കുതിർത്ത ചെറുപയറാണെങ്കിൽ നമുക്ക് ചേനയും ചെറുപയറും ഒരുമിച്ചിട്ട് വേവിക്കാനേ. അപ്പോൾ ഞാനിവിടെ കുതിർക്കാത്തത് കൊണ്ട് കുറച്ച് ചെറുപയറിന് കുറച്ച് വേവ് കൂടുതലുണ്ട്, പകുതി വേവിച്ചു. പിന്നെ നമ്മൾ ചേന കട്ട് ചെയ്ത് അതിലേക്കിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ചു. മുളക് പൊടി ഇടുന്നില്ല കേട്ടോ, മുളക് പൊടി നമുക്ക് പച്ചക്കറിക്ക് വേണ്ട. പിന്നെ ഞാൻ തേങ്ങ നല്ല ജീരകവും കൂടെ ഇട്ട് അരച്ച് നന്നായിട്ട് അരച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെന്ത കഷ്ണത്തിലേക്ക് ഇട്ട് ഒഴിച്ചു. പിന്നെ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കി നമ്മൾ തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി. ഇനി നല്ലൊരു വറവിട്ട് കൊടുക്കണം. ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ചൂടായി അതിലേക്ക് ഞാൻ അങ്ങനെ കടുകും പിന്നെ കുറച്ച് ഉഴുന്ന്, വറ്റൽമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയാണ് നല്ലത്. എനിക്കിവിടെ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ഉള്ളി തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് അതും പിന്നെ ചെറിയ തേങ്ങയും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ഒരു വറവാണ് ആ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തരുന്നത്. പിന്നെ നമ്മൾ കറിയിൽ ജീരകം അരച്ചല്ലോ, അതിൻ്റെ കൂടെ ചെറിയുള്ളിയും കൂടി അരയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം, ഇല്ലെങ്കിൽ വറവിലിട്ടാലും മതി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും നമ്മുടെ റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണുമെന്ന് വിചാരിക്കുന്നു.